ഹായ് ടു ഓൾ, ദിസ് ഈസ് രേവതി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈൻ. ആദ്യം നമ്മൾ ഫില്ല് ചെയ്യുക, പിന്നീട് ഔട്ട്ലൈൻ ചെയ്യുക. സാധാരണ ഫാബ്രിക് പെയിൻറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു മെത്തേഡാണ് ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈൻ. ഈ രീതിയാണ് ഫാബ്രിക് പെയിൻറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്നൊരു രീതി. ആദ്യം നമ്മൾ കളർ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ബ്രഷാണോ ഉപയോഗിക്കുന്നത് അത് വെച്ച് ആദ്യം ഔട്ട്ലൈൻ അകമാണ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട് ഔട്ട്ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തതിന് ശേഷം ആണ് അതിൻ്റെ അകം ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അരികുകളെല്ലാം നല്ല വൃത്തിയായിട്ട് വരും. ആദ്യം ഔട്ട്ലൈൻ കറക്റ്റായിട്ട് കൊടുക്കണം. കൊടുത്തതിന് ശേഷം അകം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ കാണിക്കാം. ഇതുണ്ടോ, ഇതിൻ്റെ ഔട്ട്ലൈൻ കണ്ടോ? കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. ഔട്ട്ലൈൻ അകത്തുനിന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ അകത്തുനിന്ന് പെർഫെക്റ്റായിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അതിന് ശേഷം അകം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് ഈ പൂക്കൾക്കെല്ലാം ഇതുപോലെ ഇതുണ്ട് അകത്തൂടെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. കണ്ടോ, അകത്തൂടെ വരയ്ക്കുന്നുണ്ടോ? വരച്ചിട്ട് പിന്നീട് അകം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അകത്തുനിന്ന് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ വെളിയിൽ വിട്ട് വിട്ട് നിൽക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് വരും. ഓക്കെ, ഇതുപോലെ നമുക്ക് ഈ പൂക്കളെല്ലാം ചെയ്തെടുക്കാം. വീണ്ടും അടുത്ത ഫ്ലവറിനകം ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുക. അകത്തുനിന്ന് ഇങ്ങനെ ഔട്ട്ലൈനോട് ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ കൊടുത്തിട്ട് അതിന് ശേഷം അകം ഫില്ല് ചെയ്യുക. അങ്ങനെ ബാക്കി പൂക്കളൂടെ ചെയ്തെടുക്കാം. ഈ കളറ് പൂക്കൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഇലകൾ വരച്ചു തുടങ്ങാം. ഇലകൾ ഫില്ല് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അതും ഇതുപോലെ ഔട്ട്ലൈനോ അകത്തായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. വരച്ചതിന് ശേഷം അകം ഫില്ല് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. വീണ്ടും ഇതുപോലെ ഓരോ ഇലകൾ ഔട്ട്ലൈനകത്തൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കണ്ട. വരച്ചു കൊടുത്തതിന് ശേഷം അകം ഫില്ല് ചെയ്യണം. ഇതുപോലെ ഇലകളെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഓറഞ്ച് പൂക്കൾ വരച്ചു കൊടുക്കാം. അത് ഇതുപോലെ ഔട്ട്ലൈനകത്തൂടെ ബ്രഷ് കൊണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ പൂക്കൾ വരച്ചില്ലേ, ഇലകൾ വരച്ചില്ലേ, അതുപോലെ തന്നെ ഇതും വരച്ചു കൊടുക്കുക. ഇനി ബ്ലാക്ക് കളർ കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കാം. അതിനായിട്ട് ബ്രഷ് അറ്റം മാത്രം മുട്ടുന്ന രീതിയിൽ ഇതുപോലെ നേർത്ത വരകൾ വരച്ചു കൊടുക്കുക. ഇത് പോയിൻറ്റഡ് ബ്രഷാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ അതിനകത്തെ നാരുകൾ ബ്ലാക്ക് കളർ കൊണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. രണ്ട് സൈഡിലോട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. പൂവിനകത്ത് ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുക. നിങ്ങൾക്ക് എത്രയും നേർത്തായിട്ട് വരയ്ക്കണോ അത്രയും ബ്രഷ് താഴോട്ട് പ്രസ് ചെയ്യാതിരിക്കുക.
ചിത്രം ശ്രദ്ധിക്കുമ്പോൾ അറിയാം ബ്രഷ് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവിടെ വിട്ടായിട്ട് വന്നേക്കുന്ന ലാസ്റ്റ് വരച്ചിരിക്കുന്ന ഇലയിൽ. അതുകൊണ്ട് നമ്മൾ ഫാബ്രിക് മീഡിയത്തിൽ മുക്കി ഇപ്പം പെയിൻറ്റ് കുറച്ചുകൂടെ ലൂസാക്കിയിട്ടുണ്ട്. ഇപ്പം ബ്രഷ് നല്ലതായിട്ട് മൂവ് ചെയ്യും. കണ്ടോ, നല്ല ഈസി ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യാതെ വരുന്ന സമയത്ത് ഫാബ്രിക് മീഡിയം യൂസ് ചെയ്യുക. ഇപ്പം കണ്ടോ, ബ്രഷ് സ്പീഡ് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ. ഈ ഇലയും റൈറ്റ് സൈഡിലെ ഇലയും കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് വിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രഷിൽ പെയിൻറ്റ് കട്ടയായി തുടങ്ങിയത് കൊണ്ടാണ്. പൂക്കൾ വരച്ച് അതിനകത്ത് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. ഇലകളും കംപ്ലീറ്റ് ചെയ്യുക. അകത്തൂടെ 2 വര വെച്ച് കൊടുക്കുക. ഇതുപോലെ കംപ്ലീറ്റ് ആക്കി എടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.